അപ്പൊ മക്കളെ നമ്മുടെ എ പ്ലസ് അക്കാദമിന്റെ ട്രയൽ ബാലൻസിന്റെ ചാപ്റ്റേഴ്സിന്റെ വീഡിയോയിലേക്ക് എനിക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ട്രയൽ ബാലൻസ് എന്താ പഠിച്ചു, ട്രയൽ ബാലൻസിന്റെ ഒബ്ജക്റ്റീവ്സ് എന്താ പഠിച്ചു, ട്രയൽ ബാലൻസ് രണ്ട് രീതിയിൽ പ്രിപ്പറേഷൻ ചെയ്യാൻ വേണ്ടി പറ്റുമെന്ന് പഠിച്ചു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ട്രയൽ ബാലൻസ് എങ്ങനെ ചെയ്യാം, എക്സാമിന് ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. രണ്ട് പ്രോബ്ലംസ് ഉണ്ട്. ഒരു പ്രോബ്ലംസ് ഒരു വീഡിയോയിലും മറ്റൊരു പ്രോബ്ലംസ് ഒരു വീഡിയോയിലായിട്ട് ചെയ്യുന്നത്. ഇതിന് പുറമെ നിങ്ങൾ നിർബന്ധമായിട്ടും കുറച്ച് എക്സ്ട്രാ പ്രോബ്ലംസ് നമ്മുടെ ബുക്കിലുണ്ട്, അത് വർക്കൗട്ട് ചെയ്യണേ. സോ നിങ്ങൾ പറഞ്ഞത് ട്രയൽ ബാലൻസ് ഉണ്ടാക്കാനാണ് പറഞ്ഞത്. മാർച്ച് 2023 ചോദിച്ചുള്ള ക്വസ്റ്റ്യൻസ് ആണ്. 5 മാർക്കിൽ ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ്. 2, 4, 6, 8, 10 ഐറ്റംസ് ഉണ്ട്. ഓരോ ഐറ്റംസിന് അര മാർക്ക് വീതമായിരിക്കും ഉണ്ടാവാം. അപ്പൊ അതുകൊണ്ടാണ് അങ്ങനെ അവർ അലോക്കേറ്റ് ചെയ്തത്. സോ സ്റ്റാർട്ട് ചെയ്യാം. നമുക്കറിയാം ട്രയൽ ബാലൻസ് പ്രിപ്പറേഷൻ മനസ്സിൽ വിചാരിക്കുന്ന 4 സാധനം: അസറ്റ്, എക്സ്പെൻസ്, ഡെബിറ്റ് സൈഡിൽ എഴുതണം, ലാബിലിറ്റീസ്, ഇൻകംസ്, ക്രെഡിറ്റ് സൈഡിൽ എഴുതണം. എന്തെങ്കിലും ഡൗട്ട് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നല്ല ആലോചിച്ച് ചെയ്യണം. പിന്നെ അതിന്റെ പുറമെ കുറച്ച് പോയിന്റുകൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. സെയിൽസ് റിട്ടേൺ, പർച്ചേസ് റിട്ടേൺ, ഡ്രോയിങ്സ്, ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ്, ഓപ്പണിംഗ് സ്റ്റോക്ക്. സോ എല്ലാ ഐറ്റംസും മനസ്സിലുണ്ടാകണമെങ്കിൽ സിമ്പിളായിട്ട് ചെയ്യാം. സോ ഞാൻ എന്ത് ചെയ്യുന്നത്, ആദ്യം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ടൈം ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് എക്സാമിന്. ഈ എല്ലാ ഐറ്റംസും ഇതിൻ്റെ അകത്ത് വരുമല്ലോ. സോ നേരെ പോസ്റ്റ് ചെയ്യാം, നേരെ ഓരോന്നോരോന്നായിട്ട് പോസ്റ്റ് ചെയ്യാം. ഫസ്റ്റ് വൺ മിഷനറി. നമുക്ക് വെച്ച് കഴിഞ്ഞാൽ ആലോചിക്കാൻ പിന്നെ എമൗണ്ട് എവിടെ എഴുതാന്ന് ആലോചിക്കുന്നത്. പിന്നെ ഡെപ്റ്റേഴ്സ്, ക്രെഡിറ്റേഴ്സ്, വേജ്, പർച്ചേസ്, ക്യാഷ്, ഓപ്പണിംഗ് സ്റ്റോക്ക്, ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ്, സെയിൽസ്, റെന്റ്. നമ്മളെല്ലാ ഐറ്റംസും ആയിട്ടുണ്ടല്ലോ. ഓക്കെ, ഇനിയാണ് നമുക്ക് ഡ്യൂട്ടി. ഇത് ഏതിനകത്താണ് റെക്കോർഡ് ചെയ്യേണ്ടത് എന്നുള്ളത്. ഓക്കെ, ഓരോ എമൗണ്ട് എടുക്കുക, സ്റ്റാർട്ട് ചെയ്യാം. സോ ഫസ്റ്റ് വൺ മിഷനറി നമ്മൾ എക്സ്പെൻസ് അല്ലേ. മിഷനറി നമ്മൾ എക്സ്പെൻസ് ആണ്. ഡെബിറ്റ്സിൽ റെക്കോർഡ് ചെയ്യണം 29,700 മിഷനറി. സോ ഡെപ്റ്റേഴ്സ് നമ്മൾ അസറ്റ് ആണ്, എവിടെ റെക്കോർഡ് ചെയ്യണം, ഡെബിറ്റ്സിൽ റെക്കോർഡ് ചെയ്യണം. ഡെപ്റ്റേഴ്സ് 21,600. ക്രെഡിറ്റേഴ്സ് പറഞ്ഞാൽ ലാബിലിറ്റി ആണ്, കൊടുക്കാനുള്ളതാണ്. 62,800 ക്രെഡിറ്റ്സിൽ റെക്കോർഡ് ചെയ്യണം. വേജ് നമ്മുടെ എക്സ്പെൻസ് ആണ്, ഡെബിറ്റ് സൈഡിൽ റെക്കോർഡ് ചെയ്യണം. വേജസ് 15,000 ഡെബിറ്റ് സൈഡിൽ റെക്കോർഡ് ചെയ്യണം. പർച്ചേസ് നമ്മുടെ എക്സ്പെൻസ് ആണ്. സോ പർച്ചേസ് 59,900 ഡെബിറ്റ് സൈഡിൽ റെക്കോർഡ് ചെയ്യാം. ക്യാഷ് നമ്മുടെ അസറ്റ് ആണ്. ക്യാഷ് 4,500 ഡെബിറ്റ് സൈഡിൽ റെക്കോർഡ് ചെയ്യാം. ഓപ്പണിംഗ് സ്റ്റോക്ക് നമുക്ക് എക്സ്പെൻസ് മാതിരി ട്രയൽ ബാലൻസ് കാണിക്കുന്ന സാധനമാണ്. ഡെബിറ്റ് സൈഡിൽ റെക്കോർഡ് ചെയ്യുക 6,000 രൂപ. സോ ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞു. ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് ക്രെഡിറ്റ് ബാലൻസ് ആണ് 2,800 രൂപ. സെയിൽസ് നമ്മുടെ ഇൻകം ആണ് 73,500. റെന്റ് നമ്മൾ എക്സ്പെൻസ് ആണ് 2,400. ഇനി നമുക്ക് ബാലൻസ് ചെയ്ത് നോക്കാം, രണ്ട് സൈഡും ഈക്വൽ ആയിട്ട് കിട്ടുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത്. ഓക്കെ, എത്ര ഉണ്ട് നോക്കാം. നമ്മുടെ കാൽക്കുലേറ്റർ എടുത്തോളൂ, സ്പീഡപ്പ് ആയി ചെയ്യണേ. കാൽക്കുലേറ്ററിൽ വരുന്ന സമയത്ത് നമ്മുടെ ടോട്ടൽ ബാലൻസ്, ക്രെഡിറ്റ് ബാലൻസ് സ്റ്റാർട്ട് ചെയ്യാം. 62,800 പ്ലസ് 2,800 പ്ലസ് 73,500 സിക്കൽ ടു 1,39,100. അതന്നെ ആയിരിക്കണം ഇപ്പോഴത്തെ വരുന്നത്. 29,700 മൈനസ് 21,600 മൈനസ് 15,000, 59,900, 4,500, 6,000, 2,400. സോ ഇതേ എമൗണ്ട് തന്നെയാണ് ഇവിടെയും വരിക. സോ നമ്മൾ ട്രയൽ ബാലൻസ് ടോട്ടൽ എന്താണ്, രണ്ട് സൈഡും ഈക്വലായി ട്രയൽ ബാലൻസ് ശരിയായിട്ടുണ്ട്. സോ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. എക്സാമിന് ഒരു 2023 ചോദിച്ചിട്ടുള്ള 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ്. സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്മുടെ ബുക്കിലുള്ള ക്വസ്റ്റ്യൻ നമ്പർ 12. ഇത് നിങ്ങൾക്ക് സ്ഥിരമായിട്ട് എക്സാം ചോദിക്കുന്ന ഇത് വേറെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 12 ആണ്. നമ്മുടെ ബുക്കിൽ അടുത്ത എക്സാം ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. 2021 2022 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ ബുക്കിലെ ക്വസ്റ്റ്യൻ നമ്പർ 12 ആണ്. സോ അങ്ങനെ ട്രയൽ ബാലൻസ് വന്നിട്ടുണ്ട്. ട്രയൽ ബാലൻസ് ശരിയാണോ തെറ്റാണോ?
ട്രയൽ ബാലൻസ് ടോട്ടൽ 25,600 1,47,200. ട്രയൽ ബാലൻസ് തെറ്റാണ്. യെസ്, ആ ക്വസ്റ്റ്യൻ നമുക്ക് പറഞ്ഞിട്ടുണ്ട് നിങ്ങളിത് റീറൈറ്റ് ചെയ്യണം. ഈ ട്രയൽ ബാലൻസ് റീറൈറ്റ് ചെയ്യണം. ഇനി മിസ്റ്റേക്കുകൾ ഉണ്ടോ? യെസ്, മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ഈ ട്രയൽ ബാലൻസ് റീറൈറ്റ് ചെയ്യണം. അത്ര മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പം എന്തായിരിക്കും ഇതിൽ മിസ്റ്റേക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെബിറ്റ് ചെയ്തതിൻ്റെ ഐറ്റംസ് ക്രെഡിറ്റ് സെൽ ചെയ്തിട്ടുണ്ടാവും, ക്രെഡിറ്റ് ചെയ്തതിൻ്റെ ഐറ്റംസ് ഡെബിറ്റ് സെൽ ചെയ്തിട്ടുണ്ടാവും. അതാണ് ഇവിടെ മിസ്റ്റേക്ക് ഒന്നും ഉണ്ടാവുക. ഇവിടെ എക്സാമ്പിൾ സൺഡിക്കേറ്റേഴ്സ് കിടക്കുന്നത്, സൺഡിക്കേറ്റേഴ്സ് നമുക്ക് ആദ്യം ഇതിൽ മിസ്റ്റേക്കുകൾ ഫൈൻഡ് ചെയ്യാം. സൺഡിക്കേറ്റേഴ്സ് ശരിയാണ്, സൺഡി ഡെപ്റ്റേഴ്സ് ശരിയാണ്. അഡ്വർടൈസിംഗ് എന്ന് പറഞ്ഞാൽ ചിലവാണ്, എക്സ്പെൻസ് ആണ്. സോ അഡ്വർടൈസ്മെന്റ് എക്സ്പെൻസ് എവിടെ റെക്കോർഡ് ചെയ്യണം? ഇവിടെ അല്ല റെക്കോർഡ് ചെയ്യേണ്ടത്, ഇവിടെ റെക്കോർഡ് ചെയ്യണം. 1,300 ഇവിടെ വരണം. കമ്മീഷൻ കിട്ടിയത് ഇൻകം ആണ്. കമ്മീഷൻ കൊടുത്ത മാതിരി കാണിച്ചത്. അപ്പോൾ ഈ കമ്മീഷന്റെ എമൗണ്ട് ഇവിടെ കാണിക്കണം. 5,500 ക്രെഡിറ്റ്സ് ഇൻകം ആണ്. സാലറി എക്സ്പെൻസ് ആണ്. ഡിസ്കൗണ്ട് അലൗ ചെയ്യാന്ന് പറയുന്ന സമയത്ത് നമുക്ക് ഡിസ്കൗണ്ട് അലൗഡ് എക്സ്പെൻസ് ആണ്. ഇത് തെറ്റാണ്. എക്സ്പെൻസ് ഇവിടെ കാണിക്കണം, ഡെബിറ്റ് സെല്ലാണ് കാണിക്കേണ്ടത്. ക്യാപിറ്റൽ നമ്മൾ ലയബിലിറ്റി ആണ്. സോ ക്യാപിറ്റൽ ബാലൻസ് ഇവിടെ കാണിക്കണം, ക്രെഡിറ്റ് ബാലൻസിൽ കാണിക്കണം. പിന്നെ ക്യാഷ് ആൻഡ് അസറ്റ് ശരിയാണ്. പർച്ചേസ് ഇവിടെ കാണിക്കേണ്ടത്, പർച്ചേസ് ഇവിടെ കാണിക്കണം, നമുക്ക് എക്സ്പെൻസ് ആണ്. പിന്നെ സെയിൽസ് നമ്മളെ ഇൻകം ആണ്. സോ സെയിൽസ് ഇവിടെ കാണിക്കണം. റിട്ടേൺ ഔട്ട്വാർഡ് അല്ലെങ്കിൽ റിട്ടേൺ ഔട്ട്വാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പർച്ചേസ് റിട്ടേൺ ആണോ സെയിൽസ് റിട്ടേൺ ആണോ? അല്ലെങ്കിൽ ഒരു പാന് നിങ്ങൾ റിട്ടേൺ ഔട്ടാണ്, ബിസിനസ്സിൽ നിന്ന് പോവുകയാണ്. പെന്ന് വാങ്ങുമ്പോൾ ബിസിനസ്സിലേക്ക് ഇന്നാണ് പർച്ചേസ് അല്ലേ, ഇന്നല്ലേ. ഈ സാധനം തിരിച്ചു കൊടുക്കുമ്പം റിട്ടേൺ ഔട്ട് അല്ലേ. സോ ഈ റിട്ടേൺ ഔട്ട്വേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പർച്ചേസ് റിട്ടേൺ ആണെന്ന് നിങ്ങൾക്ക് ആദ്യം മനസ്സിലാവണേ. പർച്ചേസ് റിട്ടേൺ. സോ പർച്ചേസ് ഡെബിറ്റ് ബാലൻസ് ആണെങ്കിൽ പർച്ചേസ് റിട്ടേൺ എവിടെ വരണം? ക്രെഡിറ്റ് സെല്ലിൽ വരണം, 1,000 രൂപ വരണം. ബാഡ് ഡെപ്റ്റ് എന്ന് പറഞ്ഞ സാധനം എക്സ്പെൻസ് ആണ്, ഡെബിറ്റ് സെല്ലിൽ കിടക്കണം. കാരേജ് ഔട്ട്വേർഡ് എന്ന് പറഞ്ഞ സാധനം എക്സ്പെൻസ് ആണ്, നമ്മൾ ഡെബിറ്റ് സെല്ലിൽ കിടക്കണം. കാരേജ് ഔട്ട്വേർഡ് ഒക്കെ. വേജസ് നമ്മളെ എക്സ്പെൻസ് ആണ്, ഡെബിറ്റ് സെല്ലിൽ കിടക്കേണ്ടത്. ഫർണിച്ചർ നമ്മൾ അസറ്റ് ആണ്, അത് ഇവിടെ കിടക്കണം. 50,000 ഡെബിറ്റ് സെല്ലിൽ കിടക്കണം. സോ ഇത്ര തവണ മിസ്റ്റേക്കുകളുണ്ട്. അപ്പോൾ നമ്മൾ എന്താ വെച്ചാൽ ആദ്യം ഓരോ അക്കൗണ്ട്സ് ടൈറ്റിലാണ് കൊടുത്തത്. പർട്ടിക്കുലേഴ്സ് കൊടുത്താൽ മതി, അക്കൗണ്ട്സ് ടൈറ്റിൽ കൊടുത്താൽ മതി, എങ്ങനെയും കുഴപ്പമില്ല. സോ ആദ്യം നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ഈ ഐറ്റംസ് എല്ലാം നേരെ കോപ്പി പേസ്റ്റ് ചെയ്യാൻ പോവാണ്. ഫസ്റ്റ് വൺ ക്രെഡിറ്റേഴ്സ്, ഡെപ്റ്റേഴ്സ്, അഡ്വർടൈസ്മെന്റ്, കമ്മീഷൻ റിസീവ്ഡ്, ഇൻകം ആണ് കേട്ടോ. കമ്മീഷൻ റിസീവ്ഡ്. സാലറീസ് എക്സ്പെൻസ് ആണ്, സാലറി. ഡിസ്കൗണ്ട് അലൗഡ് എക്സ്പെൻസ് ആണ്, ഡിസ്കൗണ്ട് അലൗഡ്. ക്യാപിറ്റൽ ലയബിലിറ്റി ആണ്, ക്യാഷ് ഇൻ ഹാൻഡ്, പർച്ചേസ് എക്സ്പെൻസ് ആണ്, പർച്ചേസ്. സെയിൽസ്, റിട്ടേൺ ഔട്ട്വേർഡ്, ബാഡ് ഡെപ്റ്റ്സ്, കാരേജ് ഔട്ട്വേർഡ്, വേജസ്, ഫർണിച്ചർ. ഇത്ര കാര്യങ്ങളാണ് നമുക്ക് ഐറ്റംസ് ഉള്ളത്. അക്കൗണ്ട് ടൈറ്റിൽ, നെയിം ഓഫ് അക്കൗണ്ട്സ്. ഇനി നമുക്ക് നേരെ പോസ്റ്റ് ചെയ്യേണ്ടത് എവിടെയാണ് ഇത് കറക്റ്റ് എമൗണ്ട് വരിക. സോ സൺഡിക്കേറ്റേഴ്സ് ക്രെഡിറ്റ് സെല്ലിൽ 19,800, സൺഡേ ഡെപ്റ്റേഴ്സ് ഡെബിറ്റ് സെല്ലിൽ 50,000, അഡ്വർടൈസ്മെന്റ് 1,300. നിങ്ങൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവും വിചാരിക്കുന്നത്. നിങ്ങൾ ഫാസ്റ്റായി ചെയ്യണേ. കമ്മീഷൻ റിസീവ്ഡ് 5,500 ക്രെഡിറ്റ് സെല്ലിൽ ഇൻകം ആണ്. കമ്മീഷൻ റിസീവ്ഡ്. സാലറീസ് നമുക്ക് എക്സ്പെൻസ് ആണ് 5,000. ആണ് 5,000. ഡിസ്കൗണ്ട് അലൗഡ് 500 രൂപ നമുക്ക് എക്സ്പെൻസ് ആണ്, ഡിസ്കൗണ്ട് അലൗഡ്. ക്യാപിറ്റൽ 73,100 നമുക്ക് ലയബിലിറ്റി ആണ്. ക്യാഷ് ഇൻ ഹാൻഡ് എത്ര ഉണ്ട്? 10,000 രൂപ നമുക്ക് ക്യാഷ് ഇൻ ഹാൻഡ് നമുക്ക് അസറ്റ് ആണ്.
പിന്നെ പർച്ചേസസ് എക്സ്പെൻസ് ആണ് 75,000. പർച്ചേസസ്. സാലറീസ് 1,00,000. നമുക്ക് ഇൻകം ആണ്. സാലറീസ് 1,00,000. റിട്ടേൺ ഔട്ട്വേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു? പർച്ചേസ് റിട്ടേൺ ആണ്. സോ പർച്ചേസ് റിട്ടേൺ ക്രെഡിറ്റ് സെല്ല് വരണം. ബാഡ് ഡെപ്റ്റ് എക്സ്പെൻസ് ആണ്, ഡെബിറ്റ് സെല്ല് വരണം. ബാഡ് ഡെപ്റ്റ്സ് 500 രൂപ. കാരേജ് ഔട്ട്വേർഡ് എക്സ്പെൻസ് ആണ് 600 രൂപ. വേജസ് നമ്മൾ എക്സ്പെൻസ് ആണ് 6,500. ഫർണിച്ചർ നമ്മൾ അസറ്റ് ആണ് 50,000 രൂപ. സോ ബാലൻസ് ചെയ്ത് നോക്കാം. നമുക്ക് എവിടെയാണ് കൂടുതലുള്ളത് നോക്കാം. രണ്ട് സൈഡ് മീക്കലാണ്, അല്ലെങ്കിൽ ആൻസർ തെറ്റാം. സോ സ്പീഡപ്പ്. 19,800, 5,500, 73,100, 1,00,000 plus 1,000 is equal to 1,99,000. 1,99,400. ഇനി ബാക്ക് മൈനസ് ചെയ്താലും മതി, അല്ലെങ്കിൽ പ്ലസ് ചെയ്ത് പോയാലും മതി കേട്ടോ. 50,000, 1,300, 5,000, 500, 10,000, 75,000, 500, 600, 6,500, 50,000. ബാലൻസ് 0 ആയിരിക്കും. 1,99,400. സോ ടോട്ടൽ നമുക്ക് ട്രയൽ ബാലൻസിന് ഡെബിറ്റ് സെല്ലും ക്രെഡിറ്റ് സെല്ലും ഈക്വൽ ആയിട്ടുണ്ട്, ടാലി ആയിട്ടുണ്ട്. ട്രയൽ ബാലൻസ് ശരിയാണ്. നമുക്ക് ട്രയൽ ബാലൻസിനകത്ത് ചെറിയൊരു കാര്യം കൊണ്ട് പറഞ്ഞിട്ട് നമുക്ക് ട്രയൽ ബാലൻസ് വൈറ്റപ്പ് ചെയ്യാം. എന്നിട്ട് നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് കയറാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ട്രയൽ ബാലൻസ് ചെയ്യുന്ന സമയത്ത് ഒരു സസ്പെൻസ് അക്കൗണ്ട് എന്ന സാധനം വരുന്നുണ്ട്. സസ്പെൻസ് അക്കൗണ്ട്, അതായത് നമുക്ക് ട്രയൽ ബാലൻസ് ട്രയൽ ബാലൻസ് ആണ്. ഇത് ട്രയൽ ബാലൻസ് ആണ്. ഞാൻ സസ്പെൻസ് അക്കൗണ്ടിന് വേണ്ടിയിട്ടാണ് ഇവിടെ പറയുന്നത്. സോ ഈ ട്രയൽ ബാലൻസിൻ്റെ അകത്ത് ഡെബിറ്റ് സെല്ലും ഉണ്ട്, ക്രെഡിറ്റ് സെല്ലും ഉണ്ട്. അപ്പോൾ ഇവിടെ ക്യാപിറ്റൽ ഞാൻ ക്രെഡിറ്റ് സെൽ കാണിച്ചിട്ടുണ്ട്, ലാബിലിറ്റി ആയതുകൊണ്ട്. ക്യാഷ് ഡെബിറ്റ് സെൽ 80,000 കാണിച്ചിട്ടുണ്ട്. ഫർണിച്ചർ 20,000 കാണിച്ചിട്ടുണ്ട്. പർച്ചേസ് എക്സ്പെൻസ് 18,000 കാണിച്ചിട്ടുണ്ട്. സെയിൽസ് 16,000 ക്രെഡിറ്റ് സെൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാ ഐറ്റംസും നിങ്ങൾ എടുത്തിട്ട് നിങ്ങൾക്ക് എങ്ങനെ തലകുത്തണം പറഞ്ഞിട്ട് നിങ്ങൾ ചെയ്ത് ശരിയാണെന്ന് എനിക്ക് 100% ഉറപ്പാണ്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഇവിടെ ക്രെഡിറ്റ് സെൽ 1,16,000 ഉണ്ട് അല്ലേ? ഇവിടെ 1,18,000 ഉണ്ട്. നിങ്ങൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ 1,18,000 ഉണ്ട്. 20ഉം 80ഉം 18ഉം 2% ഡിഫറൻസ് എമൗണ്ടാണ്. നിങ്ങൾ ചെയ്യേണ്ടത് വെച്ചാൽ എവിടെയാണ് എമൗണ്ട് കുറവ് നോക്കുക. അപ്പോൾ നമുക്കറിയാം ഇവിടെയാണ് എമൗണ്ട് കുറവ്. എത്ര രൂപ കുറവുണ്ട്? 2,000 രൂപ. അങ്ങനെ അവിടെ 2,000 രൂപ ഇരുന്ന് ഇവിടെ 2,000 എഴുതിയതോട് കൂടി ഇതിൻ്റെ ഇവിടുത്തെ ബാലൻസ് എത്രയായിട്ട് മാറി? 1,18,000 ആയിട്ട് മാറി. ആണോ അല്ലേ? യെസ്, 1,18,000 ആയിട്ട് മാറി. അപ്പോൾ ഈ 2,000 നമുക്ക് എന്തെങ്കിലും എഴുതണ്ടേ? അപ്പോൾ ട്രയൽ ബാലൻസിൽ എമൗണ്ട് മിസ്മാച്ച് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഏത് സെല്ലാണ് എവിടെ കുറവുണ്ടെങ്കിൽ അവിടെ നിങ്ങൾ സസ്പെൻസ് അക്കൗണ്ട് എഴുതണം. സസ്പെൻസ് അക്കൗണ്ട് നിങ്ങൾ എഴുതണം. അപ്പോൾ സസ്പെൻസ് അക്കൗണ്ട് 2,000 എഴുതിക്കൊണ്ട് 2 സെല്ലും ടാലി ചെയ്യും. ചിലപ്പോൾ ഡെബിറ്റ് സെല്ലായിരിക്കും എമൗണ്ട് കുറവ്, അങ്ങനെ ഡെബിറ്റ് സെൽ എഴുതണം. നമ്മുടെ ബുക്കിലൊരു ക്വസ്റ്റ്യൻസ് ഉണ്ട്, അത് നിർബന്ധമായിട്ട് നിങ്ങൾ വർക്കൗട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ റെലവൻസ് ഡിഫറൻസ് എമൗണ്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എവിടെയാണ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്? അഡ്ജസ്റ്റ് ചെയ്യേണ്ട അക്കൗണ്ടിൻ്റെ പേരാണ് സസ്പെൻസ് അക്കൗണ്ട്. അത് എവിടെയാണ് കുറവുള്ളത് അവിടെ കാണാം. അപ്പോൾ ഇത്രയാണ് ട്രയൽ ബാലൻസിൻ്റെ പ്രോബ്ലംസ് നമുക്ക് ഉൾപ്പെടുത്താനുള്ളത്. കുറച്ച് ക്വസ്റ്റ്യൻസ് ബുക്കിലുണ്ട്, നിർബന്ധമായിട്ട് ചെയ്ത് നോക്കുക തറാവുന്നവരെ. ഇനിയുള്ളതാണ് നമുക്ക് റെക്ടിഫിക്കേഷൻ എറേഴ്സ് എന്നുള്ളൊരു വലിയൊരു ടോപ്പിക്കിലേക്ക് പോകാനുള്ളത്. സോ ആദ്യം ട്രയൽ ബാലൻസ് ഇത്രയേ ഉള്ളൂ പഠിക്കാൻ. സോ നല്ല വൃത്തിക്ക് പഠിക്കാം. ഓക്കെ, താങ്ക് യു.